അച്ഛന്റെ സ്വപ്നങ്ങളെല്ലാം തകർന്നു പോയതിന്റെ പേരില് ഈ പാവം ആകെ സങ്കടപ്പെട്ടിരിക്കുക. നടക്കാനുള്ളതൊക്കെ നടന്നു കഴിഞ്ഞു. എന്തായാലും ഇവിടെ പോലീസ് വരട്ടെ. വാടാ പോകാടാ. ഇത് നീ ഡിലീറ്റ് ചെയ്യണ്ട. ഇതിന്റെ 5-6 കോപ്പി എൻ്റെ കയ്യിലുണ്ട്. അരക്കള്ളൻ, മുക്കാൽ കള്ളൻ, കേറുകള്ള. പോകാൻ കള്ള. പ്രകാശേട്ടാ, എന്റെ കയ്യും കാലും വിറയ്ക്കുന്നു. മനോജേ, ഈ ലോകത്തെ ഏറ്റവും വലിയ വൃത്തികെട്ടവൻ ഞാനാണെന്നാണ് വിചാരിച്ചിരുന്നത്. ഇപ്പൊ മനസ്സിലായി അത് നീയാന്ന്. പ്രകാശേട്ടാ, ശവത്തിൽ കുത്തല്ലേ, എനിക്ക് പേടിയാവുന്നു. ഓരോന്ന് ചെയ്തു കൂട്ടുമ്പോ നിന്റെ പേടിയൊക്കെ എവിടെയായിരുന്നടാ? എടാ, ഒരു പാവ മനുഷ്യന്റെ സ്വപ്നങ്ങളാണ് നീ തകർത്തത്. ആ മനുഷ്യനെ നീ മറ്റുള്ളവരുടെ മുമ്പിൽ കള്ളനാക്കുകയും അപമാനിക്കുകയും ചെയ്തു. മിക്കവാറും ആ സോമനങ്ങൾ അച്ഛന്റെ പേരിൽ വഞ്ചനാക്കുറ്റത്തിന് കേസ് കൊടുക്കും. പ്രകാശേട്ടാ, എനിക്ക് വയ്യ. ഞാൻ എല്ലാം തുറന്നു പറഞ്ഞ അച്ഛനോട് മാപ്പ് ചോദിക്കട്ടെ. പിന്നെന്താ, ചിലപ്പോ അച്ഛൻ മകനല്ല എന്ന് കരുതി നിനക്ക് മാപ്പ് തന്നൂന്നിരിക്കും. പക്ഷേ ഇതറിഞ്ഞാല് നിന്റെ കുഞ്ഞിനെ വയറ്റി ചുമക്കുന്ന ഹരിത ക്ഷമിക്കോ? മോഷണക്കുറ്റത്തിന് പോലീസ് പിടിച്ചവന്റെ കുഞ്ഞിനെ പ്രസവിക്കാൻ ഹരിതയെ കുറിപ്പ് സമ്മതിക്കോ? അതുകൊണ്ട് തൽക്കാലം അബദ്ധമൊന്നും കാണിക്കാൻ നിൽക്കണ്ട. ഞാനിപ്പോ നിന്റെ നെറുകേടിന് കൂട്ടു നിൽക്കുന്നതേ നീ എന്റെ അനുജനായി പോയതുകൊണ്ടൊന്നല്ല. നിന്നെ കൊണ്ട് എനിക്ക് ചില കാര്യങ്ങൾ ചെയ്യിക്കാനുണ്ട്, അതുകൊണ്ടാ. ചില കാര്യങ്ങളിൽ എനിക്ക് നിന്റെ സഹായം വേണമെന്ന്. മനസ്സിലായോ? അല്ലാതെ നിന്നെ കൊണ്ട് ആരെയും കൊല്ലിക്കാനൊന്നുമല്ല. പാവച്ചൻ, അച്ഛന് വല്ല കാർഡിയക് അറസ്റ്റ് വരുമെന്ന് എൻ്റെ പേടി. അറ്റാക്കേ, ഹാർട്ട് അറ്റാക്ക്. അല്ല, ഹാർട്ടില്ലാത്ത നിന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ആ അവസ്ഥയില എൻ്റെ പൊന്നച്ഛൻ. പ്രകാശേട്ടാ, ഞാൻ മോഷണ വിവരം പോലീസ് സ്റ്റേഷനിൽ അറിയിക്കാന്ന് പറഞ്ഞാൽ പോയത്. പോലീസിൽ അറിയിക്കാൻ പറ്റൂ? അവർക്ക് ഒറ്റയടിക്ക് മനസ്സിലാവും നീയാ കട്ടതെന്ന്. നിന്റെ മുഖം കണ്ട നല്ല കളലക്ഷണം ഉണ്ട് കേട്ടോ. എന്തായാലും വാ, വരുന്നോടത്ത് വെച്ച് കാണാം. വാടാ. ഇപ്പോഴേക്ക് വരാനല്ലേ പറഞ്ഞേ. പ്രകാശേട്ടാ, പ്രകാശേട്ടാ, എവിടെയായിരുന്നു ഇത്രയും നേരം? ഞാൻ പോലീസ് സ്റ്റേഷനിലായിരുന്നു. ജഗൻ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചപ്പോ ഇതുവരെ ആരും പരാതി തന്നിട്ടില്ലെന്നാണല്ലോ പറഞ്ഞത്. അതെ, ഞാൻ സ്റ്റേഷനിൽ പോയിരുന്നു. അപ്പോ അവിടെ ഒരു റിട്ടയർമെന്റ് ഫംഗ്ഷൻ നടക്കായിരുന്നു. അതുകൊണ്ട് ഇവിടെ വന്ന് ജഗനെ കൂട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് പോകാന്ന് കരുതി. ജഗനാവുമ്പോ അവിടെ പോലീസുകാരെ നല്ല പരിചയമുണ്ടല്ലോ. ജഗൻ സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ട്. മനോജ്, എവിടെയായിരുന്നു ഇത്രയും നേരം? അച്ഛന്റെ സ്വപ്നങ്ങളെല്ലാം തകർന്നു പോയതിന്റെ പേരില് ഈ പാവം ആകെ സങ്കടപ്പെട്ടിരിക്കുക. നടക്കാനുള്ളതൊക്കെ നടന്നു കഴിഞ്ഞു. എന്തായാലും ഇവിടെ പോലീസ് വരട്ടെ. വാടാ പോകാടാ. അമ്മേ, അച്ഛാ, സങ്കടപ്പെടരുത്. സംഭവിച്ചത് സംഭവിച്ചു. എല്ലാം പോയടാ മോനെ. പണവും മാനവും എല്ലാം പോയി. മനോജ്, നീ ഇതെവിടെയായിരുന്നു? അച്ഛന്റെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല.
ഹലോ വർഷ, ശ്യാമേ, നീ എവിടാ? എന്തുപറ്റി വർഷ? ഞാനിപ്പോ വട്ടിയൂർക്കാവ് റോഡിലാ. ശ്യാമേ, നമ്മൾ വിചാരിച്ച പോലെ അല്ല കാര്യങ്ങള്. വർഷ, നീ എന്താ ഉദ്ദേശിക്കുന്നത്? വിക്രം, അയാള് പഴയ വിക്രം തന്നെയാ. ഏ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ശ്യാമേ, ഇപ്പം വിക്രം കാണാതെയാ ഞാൻ ഫോൺ ചെയ്യുന്നേ. അയാൾ ഒരു ഒന്നാന്തര അഭിനേതാവാ. ഇത്രയും നാളും കാണിച്ച സ്നേഹമൊക്കെ അയാളുടെ അഭിനയമായിരുന്നു. ഞാൻ ആകെ പെട്ടു. വർഷേ, ഇപ്പൊ എന്താ പ്രശ്നം? ശ്യാമേ, എന്നെ അയാൾ ഇവിടെ ഒരു തടവുകാരിയാക്കി വെച്ചിരിക്കുവോ? വേണ്ട, ചിലപ്പോ വിക്രം ഫോൺ പിടിച്ചു വാങ്ങിയിട്ടുണ്ടാവും. മാധവൻ നായർ എത്ര മണിക്കാ ഈ പണം ബാങ്കിൽ നിന്ന് എടുത്തത്? ഒരു 11-11:30 മണി സമയത്താ. ആ സമയത്ത് ആരെങ്കിലും മാധവൻ നായരെ ശ്രദ്ധിക്കുകയോ അടുപ്പം കൂടാൻ വരികയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തതായിട്ട് ഓർക്കുന്നുണ്ടോ? ഇല്ല സാറേ. ബാങ്കിൽ നിന്നും പണം എടുത്ത ശേഷം നേരെ വീട്ടിലേക്ക് തന്നെയാണോ വന്നത്, അതോ മറ്റെവിടെയെങ്കിലും? അല്ല സാർ, എന്റെ വർക്ക്ഷോപ്പിലേക്ക് ആദ്യം പോയത്. രാത്രിയാ പണവുമായിട്ട് ഇങ്ങോട്ട് വന്നത്. വർക്ക്ഷോപ്പിൽ ആരെങ്കിലും സംശയമുണ്ടോ? ഇല്ല സാർ, വർക്ക്ഷോപ്പ് നോക്കുന്നത് എന്റെ മകൻ തന്നെയാ, വിനു. വർക്ക്ഷോപ്പിൽ വല്ല അതിഥി തൊഴിലാളികളും സ്റ്റാഫായിട്ടുണ്ടോ? ഇല്ല സാർ, എല്ലാവരും ഈ നാട്ടിലുള്ളവർ തന്നെയാ. ഈ പണം നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട് മാധവൻ നായർക്ക് ആരെങ്കിലും സംശയമുണ്ടോ? ഇല്ല സാർ, അവരെല്ലാം നല്ല വിശ്വസ്തരാ. ഇത്തരം പരിപാടികൾക്കൊന്നും അവരൊന്നും പോകാറില്ല. അവര് പാവങ്ങളാ. മാധവൻ നായരെ, ഇന്നത്തെ കാലത്ത് അങ്ങനെയൊന്നും പറയരുത്. മക്കളെ പോലും വിശ്വസിക്കാൻ കൊള്ളാത്ത കാലമാ. ജഗ, ഇന്ന് പണം കൈമാറുന്നതിന് ഓൺലൈൻ സംവിധാനങ്ങൾ ഒരുപാടുണ്ടല്ലോ. ആ സ്ഥിതിക്ക് ഇത്രയും വലിയൊരു തുക ഇങ്ങനെ കൈവശം വയ്ക്കുന്നത് ബുദ്ധിമോശമല്ലേ? നിങ്ങൾ വേണ്ടേ പുള്ളിക്കാരൻ ഇതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ? ഇങ്ങനെ അച്ഛൻ വലിയൊരു തുക എടുക്കുന്ന കാര്യം ഞാൻ അറിഞ്ഞിരുന്നില്ല. ഞാനും